ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അറ്റ് ടു സ്പിരിച്വൽ ജേണി. ഇന്ന് നവരാത്രിയുടെ 1-ാം ദിവസമാണ്. അപ്പോൾ അമ്മ ഗജരാജ മുഖിയായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ആശീർവാദവും എന്ത് സന്തോഷ വാർത്തയും എന്ത് സമൃദ്ധിയാണ് തരാൻ പോകുന്നത് എന്ന് നോക്കാനാണ് റീഡിംഗ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അമ്മയുടെ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റിവിറ്റി, എന്ത് നെഗറ്റിവിറ്റിയാണോ നിങ്ങളുടെ മേലുണ്ടായിരുന്നത്, നിങ്ങളുടെ വീട്ടുമേലുണ്ടായിരുന്നത്, അതെല്ലാം നിങ്ങളിൽ നിന്ന് റിമൂവ് ആവാൻ പോകുകയാണ്. ഒരു പ്രൊട്ടക്ഷൻ, കാളിയമ്മയുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ്. എനിക്കറിയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആൾക്കാർക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. എന്തോ ഒരു കാര്യത്തിന് അവർ ഭയക്കുന്നു. അപ്പോൾ ആ ഒരു ഭയമൊക്കെ മാറാൻ പോകുകയാണ്. അതായത് അമ്മയുടെ ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വരും. അതായത് അമ്മ കൂടെയുണ്ട്, പിന്നെ ഞാൻ എന്തിനു ഭയക്കണം, ആ ഒരു ഭയത്തിനെല്ലാം നിങ്ങൾ പുറന്തള്ളിയിട്ട് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു നവരാത്രി നിങ്ങൾക്ക് കുറച്ച് വിശേഷപ്പെട്ടതായിരിക്കും. അതായത് അമ്മയുടെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ്. ഒരു നവരാത്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയെല്ലാം മാറി ഒരു സന്തോഷം തോന്നും. നിങ്ങൾ പിന്നെ സന്തോഷത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സെക്കൻഡ്, നിങ്ങൾ എന്ത് ചിന്തയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ചിന്തയിലൂടെ നിങ്ങൾക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള ഭാവമല്ല, അസുരക്ഷിത ഭാവമാണ് വരുന്നത്. അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നും നിങ്ങളെ വിമുക്തരാക്കുന്നതാണ് അമ്മ. ഇവിടെ അമ്മ ആനപ്പുറത്തിരുന്നാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. എനിക്കറിയാം, നിങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. പൈസയാണ് നിങ്ങളുടെ മെയിൻ പ്രശ്നം. ഇവിടെ അമ്മ ആനപ്പുറത്തിരുന്ന് വരുന്നതെന്ന് പറയുമ്പോൾ, ആന എന്ന് പറയുമ്പോൾ അബണ്ടൻസ് ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ ആ ഒരു വാഹനവും കൂടെയാണ് ആന. അപ്പോൾ ആ ഒരു അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. എന്തോ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കൊണ്ടുവരാൻ പോകുന്നത്. അതായത് അമ്മ നിങ്ങൾക്ക് ഒരു വരദാനം തരുവാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ എല്ലാ നെഗറ്റിവിറ്റിയെയും മാറ്റിക്കളയാൻ പോവുകയാണ്. നിങ്ങളെ ചിന്താവിമുക്തരാക്കാൻ പോവുകയാണ്. കൂടാതെ ഒരു ആനയുടെ അത്ര വലിപ്പമുള്ള ഒരു സമൃദ്ധി നിങ്ങൾക്ക് തരുവാൻ പോവുകയാണ്. അബണ്ടൻസ് നിങ്ങൾക്ക് തരുവാൻ പോവുകയാണ്. ഇനി നിങ്ങൾ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ കയ്യിൽ നിങ്ങൾ വളരെയധികം പ്രൊട്ടക്ഷനോടെയാണ് ഉള്ളത്. ഇനി നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. അമ്മ നിങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ട്. അമ്മയുടെ കൈ നിങ്ങളുടെ കയ്യിന്മേലുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം? അവിടെ നിങ്ങൾ സുരക്ഷിതരാണ്. ഇവിടെ നിങ്ങൾ അമ്മയോട് എന്ത് വിഷമം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്കറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. അതനുസരിച്ച് അമ്മ തരും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത്, എന്താണോ ആഗ്രഹം, അത് ഉറപ്പായിട്ടും സാധിക്കുന്നതാണ്. അമ്മ സാധിച്ചു തരുന്നതാണ്. എപ്പോഴൊക്കെ നിങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല ആരാണ് നിങ്ങളുടെ ലൈഫിൽ നല്ലത്, ആരാണ് മോശം, ആരാണ് എന്നെ സ്നേഹിക്കുന്നത്, ആരാണ് എന്നെ വെറുക്കുന്നത്, ഒന്നും ഒരു ഉത്തരം കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മഹാകാളിയുടെ ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്തിട്ട് അമ്മയോട് നിങ്ങളുടെ വിഷമം പറയുക. ഉറപ്പായിട്ടും അമ്മ നിങ്ങൾക്ക് ഒരു ഉത്തരം തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അമ്മ കാണിച്ചത് നല്ലതാര് മോശമാര് എന്ന്. ഇവിടെ ഓരോ സമയത്തും നിങ്ങൾക്ക് തോന്നും അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. കൂടാതെ അമ്മയുടെ ശക്തി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ നിമിഷം കഴിയും തോറും ആ ഒരു വിശ്വാസം കൂടുകയായിരിക്കും ചെയ്യുന്നത്. ഇവിടെ നിങ്ങളിൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ദൈവമില്ല, ദൈവത്തിൻ്റെ ശക്തിയില്ല, ദൈവത്തിന് ഒരു പ്രൊട്ടക്ഷൻ എനിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. എങ്കിൽ അവർ വിശ്വസിക്കുക, ഇനി അങ്ങോട്ട് ദൈവം ഉണ്ട്, ദൈവത്തിൻ്റെ ശക്തി ഉണ്ട് എന്ന്. അവർ കോവിലിൽ പോയി പ്രണാമം ചെയ്യുകയും മുട്ടുകുത്തി നിന്ന് പ്രണാമം ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് അമ്മയുടെ ശക്തിയുണ്ട്, എനിക്ക് മനസ്സിലായി, അമ്മയുടെ ശക്തി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അമ്മയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വിശ്വസിക്കാത്തവർ പോലും വിശ്വസിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനൊരു മിറാക്കിൾ വരാൻ പോകുന്ന സമയം ഉണ്ടാകും. ഇപ്പോൾ അങ്ങനൊരു സമയമാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അമ്മ നിങ്ങളെ സുരക്ഷിതരാക്കിയിരിക്കുകയാണ്. ബ്ലാക്ക് മാജിക്കിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് നേരെ ബ്ലാക്ക് മാജിക് ചെയ്തത്, ആ ഒരു വ്യക്തിയുടെ ബ്ലാക്ക് മാജിക് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന അമ്മ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ 3 കാര്യങ്ങളാണ് പ്രശ്നത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു 3 കാര്യങ്ങളും നേരെ ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഈ ഒരു റീഡിംഗ് കാണുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു 3 പ്രശ്നങ്ങളാണ്.
നിങ്ങൾ അമ്മയോട് പറയുന്നുമുണ്ട്, അമ്മ എൻ്റെ ലൈഫിൽ ഈ ഒരു 3 പ്രശ്നങ്ങൾ ഇത് മാറിയാൽ എൻ്റെ ജീവിതം വളരെ സന്തോഷവും സമൃദ്ധിയും ആകുന്നതാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ അമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. പക്ഷേ അമ്മ തിരിച്ച് ആൻസറും നിങ്ങൾക്ക് ചെയ്തു. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഇവിടെ നിങ്ങൾ 3 കുട്ടികൾ, 3 ഫ്ലവർ, 3 ലേഡീസ്, അങ്ങനെ 3 സാധനങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അമ്മയുടെ അടുത്തെത്തി എന്ന്. അതായത് ചില ആൾക്കാർക്ക് അമ്മ സ്വപ്നത്തിൽ ഒരു കന്യകയെ കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അമ്മ കേട്ടു. അതിനുള്ള പ്രതിവിധി അമ്മ ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ അമ്മയുടെ കുട്ടികളായ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാര്യവും അമ്മയുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. അമ്മ നിങ്ങൾക്ക് അറിഞ്ഞു തരിക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോഴത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് അവരുടെ ജോബ് നഷ്ടപ്പെടുന്ന അവസ്ഥ. അതായത് എന്തെങ്കിലും പ്രോബ്ലം സഡനായിട്ട് അവിടെ വരുന്നു. സെക്കൻഡ്, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് നല്ല ഗ്രോത്തിൽ പൊയ്ക്കൊണ്ടെന്ന് പെട്ടെന്ന് ഡൗൺ ആവുന്നു. മൂന്നാമത്തത്, നിങ്ങൾ എവിടെയെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും നഷ്ടം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതായത് ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം പൈസ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വിഷമിക്കുന്ന ആ ഒരു അനുഭവമാണ്. അപ്പോൾ കഴിഞ്ഞു പോയ സമയം എന്ന് പറയുന്നത് പൈസ റിലേറ്റഡ് ആയിട്ട് ഒത്തിരി നിങ്ങൾ വിഷമം അനുഭവിച്ച, പക്ഷേ ഇനി വരാൻ പോകുന്ന സമയം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ പോകുന്ന സമയമാണ്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഡീല് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച പോലെ ആ ഒരു ഡീലിൽ നിങ്ങൾക്ക് ലാഭം ലഭിച്ചിട്ടുണ്ടാവത്തില്ല. ചില ആൾക്കാർക്ക് ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ആ ഒരു ഡീലിൽ ലാഭം ലഭിച്ചതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സമയം നോക്കുകയാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം അമ്മ ജഗദംബ ആനപ്പുറത്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, അബണ്ടൻസുമായിട്ടാണ് വരുന്നത്. ഇതുകൂടാതെ വിഘ്നേശ്വരൻ്റെ ആ ഒരു ഇതുമാണ് ആനയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ തടസ്സങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലമായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ അതും മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അബണ്ടൻസും വരാൻ പോവുകയാണ്, നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറാൻ പോവുകയാണ്. ഇവിടെ സ്വയം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ഒരു സെലിബ്രേഷൻ്റെ മൂഡിലേക്ക് കൊണ്ടെത്തിക്കുന്നതുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്വയം സന്തോഷത്തിൻ്റെ പിറകെ പോവേണ്ടി വരത്തില്ല. സന്തോഷം സ്വയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. ഇവിടെ ഒത്തിരി വേദനകൾ നിങ്ങൾ സഹിച്ചു. ആ ഒരു വേദനകളിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കൊണ്ടുവരുവാൻ ദൈവം സ്വയം നിങ്ങൾക്ക് സന്തോഷം തരുവാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല നിങ്ങളുടെ ഹാപ്പിനെസ് ഇഷ്ടപ്പെടാതെയും നിങ്ങളുടെ ഗ്രോത്തിൽ ഓരോ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ദേവിയുടെ കോവിലിൽ പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങളുടെ ശത്രു, വേറെ ഒരാളാണ് നിങ്ങളുടെ ശത്രു. നിങ്ങളുടെ തെറ്റിദ്ധാരണ അമ്മ മാറ്റിത്തരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നാളെ ചൊവ്വാഴ്ചയല്ല അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഭദ്രകാളി കോവിലിൽ പോവുക. കാരണം നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല നിങ്ങളുടെ ശത്രു, വേറെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്, നിങ്ങളുടെ സന്തോഷം ഇഷ്ടപ്പെടാതെ ഇരിക്കുന്ന ആൾ. അപ്പോൾ ആരാണെങ്കിലും അത് ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അമ്മയുടെ ആ ഒരു സുരക്ഷിത വലയവും അമ്മയുടെ ബ്ലെസ്സിങ്ങും നിങ്ങളുടെ മേലുണ്ട്. അപ്പോൾ അമ്മ നിങ്ങൾക്ക് കാണിച്ചതും യഥാർത്ഥ ശത്രു ആരാണ് എന്ന്. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരിക്കൽ അമ്മയുടെ അടുത്ത് നമ്മൾ പോയി പ്രാർത്ഥിച്ചു, പിന്നെ അമ്മയോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കരുത്. അമ്മയിൽ വിശ്വാസം വയ്ക്കുക. അമ്മ ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നുള്ള വിശ്വാസം നിങ്ങൾ വയ്ക്കുക. ഇനി അമ്മയല്ല നിങ്ങളുടെ ദൈവം, വേറെ ആരെങ്കിലുമാണ് എങ്കിൽ അവരോടൊരു വിശ്വാസം വയ്ക്കുക. അവരുടെ ആ ഒരു സപ്പോർട്ടും പ്രൊട്ടക്ഷനും എൻ്റെ മേലുണ്ട്, എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ എന്നുള്ള വിശ്വാസം നിങ്ങൾ വയ്ക്കുക. ഇവിടെ അങ്ങനൊരു വിശ്വാസം നിങ്ങൾ ദൈവത്തിൽ വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും തകരത്തില്ല, മറിച്ച് കൂടുകയേ ഉള്ളൂ. ഇവിടെ അമ്മ ഒരിക്കലും നിങ്ങളെ വിജയിപ്പിച്ചിട്ട് വിട്ടുകളയത്തില്ല, മറിച്ച് ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ അത്യാചാരമോ ആരെങ്കിലും മാർഗതടസ്സം സൃഷ്ടിക്കാനോ ഒന്നും ആരും വരാൻ പാടില്ല. ആ രീതിയിലൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടേ അമ്മ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവുകയുള്ളൂ. ഇവിടെ ഇനി നിങ്ങളുടെ ആ ഒരു ആരാധന അമ്മയുടെ നേർക്ക്, ഭദ്രകാളിയുടെ നേർക്ക് കൂടുതലായിട്ടും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു ഭക്തി അമ്മയുടെ നേർക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം അമ്മ ആ രീതിയിലാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു ആരാധന അമ്മയോട് തോന്നി തുടങ്ങും. ഇവിടെ നിങ്ങൾ കുറച്ചും കൂടെ സാഹസികരാവണമെങ്കിൽ അമ്മയ്ക്ക് അത് സാധിക്കും. കാരണം അമ്മ ഭദ്രകാളിയാണ്, അമ്മയ്ക്ക് പറ്റും നിങ്ങളെ കുറച്ചും കൂടെ സാഹസികരാക്കാൻ.
അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇൻട്യൂഷൻ വരും, അമ്മ എൻ്റെ കൂടെയുണ്ട്, പിന്നെ ഞാൻ എന്തിന് പേടിക്കണം? അല്ലെങ്കിൽ അമ്മ നിങ്ങളോട് പറയുന്നത് പോലെ ഞാനുണ്ടല്ലോ, പിന്നെ എന്തിന് നീ വിഷമിക്കുന്നു എന്ന്. അങ്ങനൊരു ഇൻട്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ വരും. ഇവിടെ നിങ്ങളെപ്പോലുള്ള ശുദ്ധ ഹൃദയമുള്ള ആൾക്കാരോട് ഒത്തിരി മറ്റുള്ളവർ കള്ളത്തരം കാണിച്ചു, ചതിച്ചു, നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചു, നിങ്ങളെ ഒത്തിരി തകർത്ത് കളഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഇതൊന്നും സഹിക്കാൻ സാധിക്കുന്നില്ല. അമ്മ എത്ര നാൾ കണ്ടുകൊണ്ടിരിക്കും? അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് വന്നത്. അതായത് അവരെന്താണോ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കർമ്മത്തിൻ്റെ ബലം അവർക്ക് കൊടുക്കുന്നതും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും അമ്മ തരുന്നതും. ഇവിടെ നിങ്ങൾ ഓരോ ക്ഷണവും പേടിച്ചാണ് ജീവിച്ചത്. അപ്പോൾ നിങ്ങളെ ആ ഒരു ദുഃഖത്തിലാക്കിയ അവരും നിങ്ങളുടെ അതേ അവസ്ഥയിൽ കൂടെ ഓരോ ക്ഷണവും പേടിച്ച് ജീവിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്കുണ്ടാകുന്ന ന്യായം എന്ന് പറയുന്നത്, ഇനി ആ ഒരു വ്യക്തി വേറൊരു വ്യക്തിയുടെ കൂടെ ഒരു അന്യായവും ചെയ്യാൻ ശ്രമിക്കരുത്, അതിന് മുതിരരുത്. ആ രീതിയിലുള്ള ഒരു ന്യായമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലം എല്ലാം അവസാനിക്കും. പക്ഷേ നിങ്ങൾക്ക് പ്രോബ്ലം തന്ന ആ ഒരു വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലം എല്ലാം അവസാനിച്ചു എന്ന്. ആ രീതിയിലായിരിക്കും ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം അവർക്ക് മനസ്സിലായാൽ അവർ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ പല പ്രോബ്ലങ്ങളും ദൈവം ഇല്ലാതാക്കുന്നത്. ഇതാണ് പറയുന്നത്, ശുദ്ധാത്മാക്കളോട് നമ്മൾ ഒരിക്കലും ഒരു കള്ളത്തനവും ചതിയും കാണിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരോട് കള്ളത്തനവും ചതിയും കാണിച്ചാൽ ദൈവം ഒരിക്കലും നമ്മളോട് പൊറുക്കത്തില്ല എന്ന്. ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഭദ്രകാളിയുടെ രൂപം ഇങ്ങനെ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ നരസിംഹ അവതാരം അത് കാണാൻ സാധിക്കും. ചില ആൾക്കാർക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും. അത് ഞാൻ ഇതൊന്നും സെർച്ച് ചെയ്യാതെ പിന്നെ എന്താ ഈ ഒരു ഇമേജ് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. ഇതിൻ്റെ കാരണം എന്തെന്ന് വച്ചാൽ, നിങ്ങളെ ആരാണോ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ദൈവത്തിൻ്റെ ഊർജ്ജമാണ് നിങ്ങളെ എപ്പോഴും കാണിച്ചു തരുന്ന. ആ ഒരു ദൈവം ഇപ്പോൾ രൗദ്രഭാവത്തിലാണുള്ളത്. കാരണം നിങ്ങളോട് ചെയ്ത തെറ്റുകൾ അവർക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ രൗദ്രഭാവത്തിൽ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഇമേജ്. ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റിവിറ്റിയും ഒരു മോശം ദൃഷ്ടിയും ഒന്നും ഉണ്ടാവത്തില്ല. കാരണം ആ ഒരു രൗദ്ര രൂപത്തിൽ നിങ്ങളുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് നിങ്ങളുടെ ആ ഒരു കൂടെയുള്ള ആ ഒരു ഊർജ്ജം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. ഇപ്രാവശ്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേരെ ന്യായം ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻട്യൂഷൻ വരുന്നതാണ്. അമ്മയുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീലാകുന്നതാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ശരീരം മുഴുവൻ രോമാഞ്ചം വരിക, അമ്മ കൂടെ ഉണ്ട്, അമ്മ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഇവിടെ ഭദ്രകാളി അമ്മ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരികയാണ്. അതെന്താണ് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കേവലം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക, സുഖമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാവം മാത്രമായിരിക്കും ഉണ്ടാകുന്നത്, സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആ ഒരു വിഷമഭാവം എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ദൈവം എടുത്ത് മാറ്റി കളയുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ പേടിക്കുക ഒന്നും ചെയ്യേണ്ട, ശാന്തമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ നോക്കൂ നിങ്ങൾ. ഇവിടെ ഈ ഒരു റീഡിംഗ് കാണുന്ന ചില ആൾക്കാർക്ക് തോന്നുന്നത് ഈ ഒരു ജീവിതം വ്യർത്ഥമാണ്, ജീവിക്കുന്നതിന് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നുള്ള രീതിയിൽ ചിന്ത വരുന്നുണ്ട്. കാരണം അത്രമാത്രം അവർക്ക് പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പ്രശ്നം കാളി ഉറപ്പായിട്ടും മാറ്റുന്നതാണ്. ഇവിടെ ജീവിക്കേണ്ട, മരിക്കണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുടെ മെയിൻ തോട്ട്സ് എന്ന് പറയുന്നത് ദൈവം ഇല്ല. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ ദൈവം എപ്പോഴേ പരിഹരിച്ചതിന്, ഞാൻ ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിലാവത്തില്ലായിരുന്നു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ആരുമായിക്കൊള്ളാം. അള്ളാഹു ആയിരിക്കാം, ഇല്ലെങ്കിൽ ഭദ്രകാളി ആയിരിക്കാം, യേശുവാവാം, മാതാവാം, ആരുമായിക്കൊള്ളട്ടെ. ഒരു ശക്തി ഉറപ്പായിട്ടും ഉണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് നിങ്ങൾ വിശ്വസിക്കൂ ആദ്യം. ഇവിടെ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ ഉണ്ടാകും. അപ്പോൾ അവർ വിശ്വസിക്കും ദൈവം ഉണ്ട് എന്ന്. ആ രീതിയിൽ ഒരു ചേഞ്ചസ് ഇങ്ങനെ വിശ്വസിക്കുന്നവരുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്ന് നിങ്ങൾക്ക് അസംഭവ്യമാണ് എന്ന് കരുതുന്ന പല കാര്യവും നാളെ സംഭവ്യമാകുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങളുടെ എല്ലാ സന്തോഷത്തെയും തിരികെ നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും മഹാകാളി. മുന്നേ നിങ്ങളുടെ ജീവിതം വളരെ കഷ്ടദായകമായിരുന്നു. ഓരോ ദിവസവും തള്ളി നീക്കാൻ നിങ്ങൾ പാടുപെടുകയായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കത്തില്ല. ഇനി നിങ്ങളുടെ ജീവിതം വളരെ എളുപ്പമായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേടി മാറ്റിയിട്ട് നിങ്ങളുടെ ഊർജം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിപ്പിച്ച് തരും.
അങ്ങനെ മനസ്സിലാകുമ്പോൾ ഇനി നിങ്ങൾക്ക് ഒന്നിനോടും ഒരു പേടി ഉണ്ടാവത്തില്ല. എന്ത് ചെയ്യാനും ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. ഇവിടെ നിങ്ങളൊരു കസ്തൂരി മൃഗമാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കഴിവുണ്ട്. ആ ഒരു കഴിവ് എന്താണ് ദൈവം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിപ്പിച്ച് തരുന്നതാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിപ്പിച്ച് തരുന്നതാണ് ദൈവം. ഇവിടെ വരാൻ പോകുന്ന ദിവസം നിങ്ങൾ ഒരു യോദ്ധാവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് പ്രശ്നങ്ങളെയും നേരിട്ട് മുന്നോട്ട് പോകുന്ന ഒരു യോദ്ധാവ്. നിങ്ങളുടെ കൂടെ മാ ദുർഗയുടെ ആശീർവാദവും പ്രൊട്ടക്ഷനും ഉണ്ട്. ഇവിടെ അമ്മയുടെ ഒരു വിശേഷ ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം പോകുന്തോറും നിങ്ങൾ ഇനി സ്ട്രോങ് ആയി മാറുന്നതാണ്. ഏത് മോശം സാഹചര്യത്തെയും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വളരെ പാഷനേറ്റീവാണ്. ഏത് സാഹചര്യം വന്നാലും നിങ്ങൾ അതിനോട് ഫൈറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടല്ല, ഫ്യൂച്ചറിൻ്റെ അവസ്ഥയും കൂടെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. അത് നാളെ ഒരു സമയത്ത് മറ്റാർക്കും ഇങ്ങനെ വരാൻ പാടില്ല. അതിനു വേണ്ടി എന്ത് ചെയ്യാം, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. മുന്നേക്ക് നിങ്ങളുടെ കൂടെ ആരെങ്കിലും മോശം ചെയ്യുകയാണ് എങ്കിൽ 1 വർഷം 2 വർഷം കുറേ നാളെടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് നേരെ ന്യായം ഉണ്ടാവുന്നത്. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇനി ആര് നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും അപ്പോൾ തന്നെ ഉടനടി ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പരിഹാരം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇൻട്യൂഷനായിട്ട് വരും. അങ്ങനെ ഒരു പരിവർത്തനം നിങ്ങൾക്കുണ്ടാകും. ഇനി നിങ്ങൾക്ക് വളരെ ടെൻഷൻ അടിച്ച് ഉറങ്ങേണ്ടി വരത്തില്ല. വളരെ സമാധാനമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ നന്ദി പറയണം. അതായത് നിങ്ങൾക്ക് ഇഷ്ടദൈവം ആരാണോ അവരോട്, അല്ലെങ്കിൽ ഭദ്രകാളി അമ്മയോട്, അല്ലെങ്കിൽ ദുർഗാദേവിയോട്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റോടും അമ്മയോടും ഈ ഒരു ജീവിതം നിങ്ങൾക്ക് തന്ന അവരോട് നന്ദി പറയുക നിങ്ങൾ. പിന്നെ നിങ്ങളുടെ കർമ്മം നല്ലതായിട്ട് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് അവർക്ക് എൻ്റെ സഹായം ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഭദ്രകാളിയമ്മ നിങ്ങളുടെ ലൈഫിലെ എല്ലാ ശക്തികളെയും നെഗറ്റിവിറ്റിയെയും എല്ലാം മാറ്റിയിട്ട് നിങ്ങളുടെ ലൈഫ് വളരെ എളുപ്പവും സൗന്ദര്യവും സമാധാനവും ശാന്തിയും നിറഞ്ഞതാവാൻ വേണ്ടി അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു വരദാനം പോലെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ മിക്കവാറും ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാഷാണ് നിങ്ങളുടെ ലൈഫിനെ തകർത്തത്. ക്യാഷ് ഇല്ലാത്തത് കാരണം നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നു. ബന്ധങ്ങളിൽ വിള്ളൽ വന്നു ക്യാഷ് ഇല്ലാത്തത് കാരണം. ഇവിടെ ആ ഒരു പൈസ കാരണം തന്നെ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഡിസർവ് ചെയ്യുന്ന സന്തോഷം ദൈവം തരുന്നതാണ്. നിങ്ങളുടെ ആ ഒരു കുറവ് എന്താണോ അത് ദൈവം നികത്തുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.